ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഇളനീർ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി കേക്കാണ്. അത് ഞാൻ 8 മുട്ടക്കാണ് ഉണ്ടാക്കിയത്. അത് 8 മുട്ടൻ്റെ വെള്ള വേറെ മഞ്ഞ വേറെ ആക്കിയെടുക്കുക. അതുപോലെ വെള്ള നന്നായി ഒന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി മുട്ടൻ്റെ മഞ്ഞയിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പോളം സൺഫ്ലവറിൻ്റെ ഓയിലും അതുപോലെ അരക്കപ്പ് തന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഈ മുട്ടൻ്റെ മൈദ ചേർത്ത് കൊടുക്കുക. നമുക്ക് 2 കപ്പ് മൈദയാണ് എടുത്തത്. മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി മിക്സാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മുട്ടൻ്റെ വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് അതൊന്ന് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രേ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയിലാണ് ഒഴിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ കേക്ക് ഓവനിൽ വെച്ചെടുക്കുക. 180 ഡിഗ്രി ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റാണ് ഞാനിത് വെച്ചത്. 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി സ്പോഞ്ച് റെഡിയായി. നല്ല സോഫ്റ്റായ നല്ല സ്പോഞ്ചാണിത്. ഇനി ഇതിന് വേണ്ടി നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഫിയാനോ ക്രീം എടുത്ത് നന്നായി ഒന്ന് അടിക്കാതെ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതൊരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ഓരോരാളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഇളനീരിൻ്റെ പൾപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കേക്ക് ഇതുപോലെ ഫോക്ക് വെച്ച് ഒന്ന് നന്നായി എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് പാലും മിൽക്ക് മെയ്ഡും കൂടി ഉള്ളതാണ്. അതൊന്ന് ഇതിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം ഈ ക്രീമും കൂടി ഒന്ന് ഇതിൽ ആഡ് ചെയ്യുക. ഈ ക്രീം ഇതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക നമുക്ക്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സ്മോൾ പീസായിട്ടാണ് കട്ടാക്കിയത്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഭംഗിക്ക് വേണ്ടി ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നതാണല്ലോ. ഞാനിപ്പം മിൻറ്റിൻ്റെ ലീഫും കുറച്ച് പിസ്തൻ്റെ പൊടിച്ചതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇളനീരിൻ്റെ കേക്ക് റെഡിയായി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത്. അസ്സലാമു